ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ചൊരു കേക്കാണ്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ബ്രെഡ്, കുറച്ച് വിപ്പിംഗ് ക്രീം, കൊക്കോ പൗഡർ, പിന്നെ മിൽക്ക് സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ. പിന്നെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും. ഞാൻ ഒരു മഞ്ചാണ് എടുത്തേക്കുന്നത് ഡെക്കറേഷന്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. കുറച്ച് കട്ടിയുള്ള ബ്രെഡാണ് എടുത്തിരുന്നതെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് പോർഷൻ നമുക്ക് കിട്ടിയേനെ. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ബ്രെഡായിരുന്നു, അതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ ആ വൈറ്റ് പോർഷനും കൂടി അങ്ങ് പോയി. പിന്നെ ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ എടുത്തത്. വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം അത് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് നല്ല അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കുക, നല്ല തിക്കാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. ബ്രെഡ് കൊണ്ടാണെന്ന് പോലും ആരും പറയൂല കഴിച്ച് നോക്കുമ്പോൾ. നമ്മൾ ബ്രെഡ് എടുത്ത് വെക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാൻ ഈസിയാണ്. പാല് കുറച്ച് ചൂടാക്കുക, അതിലോട്ട് കുറച്ച് ഷുഗർ ഇട്ടു, കുറച്ച് വാനില എസൻസും കൂടെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തപ്പം കിട്ടിയില്ല, കട്ടായെന്തോ പോയി. എന്നിട്ട് നമ്മളുടെ ബ്രെഡിനെ വെറ്റാക്കാൻ വേണ്ടി മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് മിൽക്ക് സിറപ്പ് ഒഴിക്കാൻ പാടില്ല, എങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് പൊടിഞ്ഞു പോകും നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അത് കണക്കിന് നമ്മൾ ഒഴിക്കുക. പിന്നെ എന്താണ്, ഓരോ ലെയർ നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതിന് നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണത്. പിന്നീട് നമ്മൾ അടുത്ത ലെയർ വെക്കുക, ബ്രെഡ് വെക്കുക, വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പ്രൊസീജിയറാണ് നമ്മൾ സെയിം ഫുൾ കേക്കിന് ചെയ്യുന്നത്. ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യണില്ല. ഇതിന് ശേഷം നമ്മളുടെ ബ്രെഡിനെ എടുത്ത് തണുപ്പിക്കാൻ വെക്കണം ഫ്രിഡ്ജിൽ. എന്നിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ ലെയറും ഇത് ചെയ്യും. ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. നമ്മുടെ കേക്ക് ഏകദേശം ആയിട്ടുണ്ട്. പെട്ടെന്ന് തണുക്കാനായതുകൊണ്ട് ഫ്രിഡ്ജിലല്ല വെച്ച ഫ്രീസറിലാണ് വെച്ചത്, അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ബാക്കിയിരിക്കുന്ന ബാലൻസ് ഇരിക്കുന്നതിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ലൂസ് ആവില്ല. ഇതിങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് ക്രീം ലൂസായി പോയിട്ടുണ്ട്. പിന്നീട് വേറെ ഒന്നുമില്ല, ഡെക്കറേഷൻ പോലെ തന്നെയാണിത്. നമ്മളുടെ തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കേക്കിൻ്റെ കട്ടായിപ്പോയി. ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തുള്ളൂ, ക്രീം ലൂസായി പോയായിരുന്നു.